ശാന്തി. അവേക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. സന്തോഷത്തിന്റെ ഇൻഡെക്സിനെ എപ്പോഴാണോ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാകും ഇതിനെ വളരെ ലാഘവത്വത്തോടുകൂടി സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ എന്ത് കാരണങ്ങളാണ് ഇതിനെ മേലേക്കും താഴേക്കും കൊണ്ടുവന്നത്? ഇതിനെയാണ് നമ്മൾ ഒത്തുചേർന്ന് വിശകലനം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുണ്ട് ബ്രഹ്മകുമാരി സിസ്റ്റർ ശിവാനി. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ ശിവാനി, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് പ്രതീക്ഷകളെ കുറിച്ചാണ്. എപ്പോഴാണോ നമ്മൾ പറയുന്നത് നമ്മൾ ആരിൽ നിന്ന് ഒരു പ്രതീക്ഷയും വെച്ചിട്ടില്ല, ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പെക്ടേഷൻ, ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം യു ഓൾ, യു നോ ലൈക്ക് ദിസ് സിറ്റുവേഷൻ, ബട്ട് ദെൻ വി ആർ ഓൾ ദ വൺസ് ഹു സേ വി നെവർ എക്സ്പെക്ട് ദിസ് ഫ്രം യു. ട്രൂ. അൺനോയിങ്ലി. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ബിലീഫ് സിസ്റ്റം, അതിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആക്ച്വലി ദാറ്റ് ഹാസ് ഹെൽപ്ഡ് എ ലോട്ട്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ, എല്ലാ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസും ഉണ്ടോ ആ ഒരു ഫീലിംഗ്? ഡു യു റിമെമ്പർ? ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഫീലിംഗ് എത്രത്തോളം ഗഹനമാവുന്നു നമുക്ക് തിരിച്ചറിയാൻ തന്നെ സാധിക്കില്ല ഏത് തോട്ടാണ് എന്ന്. അത്രയും സ്ട്രോങ് ബിലീഫ് സിസ്റ്റം. എപ്പോഴാണോ അതിൽ നമ്മുടെ ആക്സ് വീഴാൻ ആരംഭിക്കുന്നത്, അത് ജോലി ചെയ്യാൻ, ഇറ്റ്സ് വർക്കിംഗ് വിത്ത് മീ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വർക്കിംഗ് വിത്ത് യു, സോ അമേസിംഗ്ലി റിസൾട്ട്സ് കമ്മിങ്. ഇപ്പം നമ്മൾ എക്സ്പെക്ടേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് അൺനോയിങ്ലി, അതിലും ബിലീഫ് തന്നെയാണ്. ഐ എക്സ്പെക്ട് ദ വേൾഡ്. ദ വേൾഡ് മീൻസ് എവറിഥിങ്. എവ്രി വൺ ടു ഗോ അക്കോർഡിംഗ് ടു ദ വേ ഐ വോണ്ട് ടു ഗോ. യു നോ, talk the way I want them to talk to, behave the way I want them to behave, perform the way I want them to perform. എവിടെയോ ഞാൻ ഈ ബിലീഫ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏതുപോലെയാണോ ഞാൻ എക്സ്പെക്ട് ചെയ്തത്, എല്ലാം അതുപോലെ തന്നെ നടക്കാൻ തുടങ്ങുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ തിരിച്ചറിവ് നമുക്കില്ല. അതായത് വാസ്തവത്തിൽ നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന്. പക്ഷെ എപ്പോഴാണ് നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ വരാത്തത്, നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ദാറ്റ് ഐ വാസ് എക്സ്പെക്ടിങ് ദ സിമ്പിൾ തിങ് ലൈക്ക് എൻ്റെ വീട്ടിലെ ടാപ്പിൽ 24 മണിക്കൂറും വെള്ളം വരും. ഓക്കെ, ഇന്ന് രാവിലെ ടാപ്പ് തുറന്നപ്പോൾ വെള്ളമില്ല. അപ്പോൾ ദിവസവും ഞാനിങ്ങനെ ചിന്തിക്കില്ല, ഐ എക്സ്പെക്ട് ദാറ്റ് ദർ വിൽ ബി വാട്ടർ. വി ഡോണ്ട് ക്രിയേറ്റ് ദ കോൺഷ്യസ്. പക്ഷെ ഏത് ദിവസമാണോ വെള്ളം ശരിക്കും വരാത്തത്, പക്ഷെ ആ ദിവസം നമ്മൾ ഡിസ്റ്റർബ് ആകും. രാവിലെ തന്നെ ഇതെന്താണ്, ഇതെങ്ങനെ സംഭവിച്ചു, എന്ത് ചെയ്യും? ദിസ് ഡിസ്റ്റർബൻസ് മീൻസ് ദാറ്റ് സം എക്സ്പെക്ടേഷൻസ് ഓഫ് മൈൻഡ് ഹാസ് നോട്ട് ഗോട്ട് ഫുൾഫിൽഡ്. ദാറ്റ് ഈസ് വെൻ ഐ ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. എക്സ്പെക്ടേഷൻസ് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കില്ല നമുക്ക് എത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട് എന്ന്. പക്ഷെ ഏതെങ്കിലും കാര്യം നമ്മൾ വിചാരിക്കും പോലെ നടക്കാതെ വരുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആകുക തന്നെ ചെയ്യും. അഥവാ നമ്മൾ ഡിസ്റ്റർബ് ആയില്ലെങ്കിൽ, സോ ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ്, ഐ വാസ് accepting eitherwise. വെള്ളം വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ there was no expectation. പക്ഷെ എക്സ്പെക്ടേഷൻ ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയും? പക്ഷെ ഏതെങ്കിലും കാര്യത്തിൽ, പരിതസ്ഥിതിയിൽ, ലോകത്തിൽ, കാലാവസ്ഥയിൽ, പിന്നെ ലോകത്തോട് ഓഫ് കോഴ്സ്, അഥവാ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ആയിട്ടില്ല. സോ യു ക്യാൻ പ്രോബബ്ലി ഗോ ബാക്ക്വേർഡ്സ്. യെസ്, യു നോ ദർ ഇസ് സംതിങ് ഡിസ്റ്റർബൻസ്. എന്തോ അങ്ങനെ സംഭവിച്ചു, എന്നെ അത് ബാധിച്ചു. എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. ചില കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അർത്ഥം നമ്മൾ സമൂഹത്തിലാണ്, സൊസൈറ്റിയിലാണ്. ചില കോഡ് ഓഫ് കണ്ടക്ട്സ് എൻ്റെ എക്സ്പെക്ടേഷൻ അഥവാ നോൺ എക്സ്പെക്ടേഷനിൽ നിന്ന് വേറിട്ടതാണ്. യു നോ ദർ ഇസ് എ ഫിക്സ്ഡ് വേ ഓഫ് ലൈഫ്. ജസ്റ്റ് വേർ ഇസ് ഇറ്റ് റിട്ടൺ? അതെ, that's what I'm trying to ask. That is exactly the fixed way of life is what I choose. The fixed way of life is according to my definition of fixed way of life. Code of conduct. Let us say എൻ്റെ code of conduct ഇതാണ്. എവിടെയെങ്കിലും എക്സാക്ട് ടൈമിൽ എത്തുക. ശരി, പറഞ്ഞതിനേക്കാൾ 5 മിനിറ്റ് മുമ്പേ എത്തുക. ദിസ് ഇസ് മൈ കോഡ് ഓഫ് കണ്ടക്ട്. താങ്കളുടെ കോഡ് ഓഫ് കണ്ടക്ട് ഇങ്ങനെയായിരിക്കാം. 5-10 മിനിറ്റ് ലേറ്റ് ആയാലും എന്താ കുഴപ്പം? ചിലപ്പോൾ നേരത്തെ എത്തും, ചിലപ്പോൾ ലേറ്റ് ആകും, വലിയ വ്യത്യാസം തോന്നുന്നില്ല. ദാറ്റ് ഇസ് യുവർ കോഡ് ഓഫ് കണ്ടക്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റും താങ്കളുടെ കോഡ് ഓഫ് കണ്ടക്റ്റും കോൺഫ്ലിക്റ്റ് ആകുന്നു, ക്ലാഷ് ഉണ്ട്. ചെറുതാണ് പക്ഷെ വലിയ കാര്യമാവും. ഇത് ചെറിയ കാര്യമാണ്, പക്ഷെ ഇത് സംഭവിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ എൻ്റെ അക്കോർഡിംഗ് ടു റൈറ്റ് വേ ഓഫ് ലിവിങ് എന്താണോ കമ്മിറ്റ് ചെയ്തത് അവിടെ സമയത്തിനെത്തണം. താങ്കളുടേത് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഇത്രയും ദൂരത്തിന് ട്രാവൽ ചെയ്യുന്നു, 5-10 മിനിറ്റ് ലേറ്റ് ആകുന്നത് വലിയ കാര്യമല്ല. സോ നൗ ഇഫ് ഐ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് യു അക്കോർഡിംഗ് ടു മൈ കോഡ് ഓഫ് കണ്ടക്ട്, ഹൗ ഫെയർ ഇസ് ഇറ്റ്? But again, Sister Shivani, it becomes then it's like each one of us are going to have our own conduct. Each one of us does have our own code of conduct.
നിങ്ങൾ നോക്കുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ റൈറ്റ് ഓർ റോങ്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് റൈറ്റ് ഓർ റോങ് റിലേറ്റീവ് ആണ്. ഓരോരുത്തരും തന്റെ റൈറ്റ് ഓഫ് റോങ്ങിന്റെ ഡെഫിനീഷൻ അവൻ അനുസരിച്ച് തന്നെ ക്രിയേറ്റ് പക്ഷെ അതും നമ്മൾ അപ്പോഴാണ് തയ്യാറാക്കിയത് എപ്പോഴാണോ നമ്മൾ ഈ മുഴുവൻ സമൂഹത്തിൽ അല്ലെങ്കിൽ പരിവാരത്തിൽ വളർന്നു വന്നതും കണ്ടുകൊണ്ട് വന്നതും മര്യാദകളെക്കുറിച്ചും എത്തിക്സിനെ കുറിച്ചും ചില കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ചും അത് നമ്മൾ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. ആ രീതിയിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സമാജം, നമ്മുടെ കാസ്റ്റ്, നമ്മുടെ ഫാമിലി അവരുടെ മേൽ ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് കൺട്രിയിലാണ്, നിങ്ങൾ ഏത് കാസ്റ്റിലാണ് ബിലോങ് ചെയ്യുന്നത്, ദോസ് ആർ ഓൾ ഇൻഫ്ലുവൻസസ്. ബട്ട് സപ്പോസ് നിങ്ങൾ പഞ്ചാബിയാണ്, ഡസ് ദാറ്റ് മീൻ ഓൾ പഞ്ചാബീസ് ഹാവ് ദ സെയിം കോഡ് ഓഫ് കണ്ടക്ട്? നോ 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 നോ. താങ്കൾ ഇന്ത്യൻ ആണ്, വസിക്കുന്നത് ഇന്ത്യയിലാണ്. ഓൾ ഇന്ത്യൻസ് ഹാവ് ദ സെയിം കോഡ് ഓഫ് കണ്ടക്ട്? നോ. ഡു ഓൾ ഇന്ത്യൻസ് മേ പഞ്ചാബീസ് ഹാവ് ദ സെയിം കോഡ് ഓഫ് കണ്ടക്ട്? നോ. So it is not okay. In Indian, in Punjabi, in everyone in your family, do they all have the same code of conduct? നോ. So again, ആ മുഴുവൻ കൾച്ചറിന്റെയും ഇൻഫ്ലുവൻസ് ദേശത്തിന്റെയും കാസ്റ്റിന്റെയും പരിവാരത്തിന്റെ എന്തെടുത്താലും വലിയ ഫാമിലി വിടും, ചെറിയ ഫാമിലിയിൽ 4 പേരുണ്ട്. ഡസ് എവ്രിവൺ ഹാവ് ദ സെയിം കോഡ് ഓഫ് നോ. കണ്ടക്ട്? ഡിഫറെന്റ് എത്തിക്സ്, ഡിഫറെന്റ് തോട്ട് പ്രോസസ്. അപ്പോൾ നമ്മുടെ കാസ്റ്റിന്റെയും കൾച്ചറിന്റെയും അഥവാ നമ്മുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിലും 4 പേരിലും കുറച്ച് അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. പക്ഷെ ഓരോരുത്തരും അതിനോടൊപ്പം തന്നെ അവരുടെ എങ്ങനെ ഉണ്ടാക്കി. നിങ്ങളുടെ പക്കൽ ഒരിക്കലും ഒരേ തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാർ ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല. ഇറ്റ് വിൽ നെവർ ബി എവറിബഡി ഈസ് യൂസിങ് ദെയർ ഓൺ വേ ഓഫ് തിങ്കിങ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. സി, എക്സ്പെക്ടേഷൻ മീൻസ് മൈ എക്സ്പെക്ടിങ് സംതിങ് ഫ്രം യു. മീൻ ഏതുപോലെയാണോ എന്റെ ചിന്ത അതുപോലെ താങ്കളുടെ ചിന്തയും അങ്ങനെയാണ്. ഇതല്ല എക്സ്പെക്ടേഷൻ. എന്താണോ എന്റെ ചിന്ത താങ്കളുടെ ചിന്ത അങ്ങനെ ആയിരിക്കണം. ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ ബി എവർ ബി പോസിബിൾ. ഫോർഗെറ്റ് മുഴുവൻ സൊസൈറ്റിക്ക് മുന്നിൽ നമ്മൾ 2 പേരുടെ ചിന്തയും എപ്പോഴെങ്കിലും എങ്ങനെ ഒരുപോലെയാകാൻ സാധിക്കും? ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് മേൽ അഥവാ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ എടുത്താലും 2 വ്യക്തികളുടെ ചിന്ത എങ്ങനെ ഒന്നാകും? ദേ വിൽ ഓൾവേസ് ബി ഡിഫറെന്റ്. ആൻഡ് എക്സ്പെക്ടേഷൻ മീൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് താങ്കളുടെ ചിന്ത എന്റേതുപോലെ ആകണം. ഡിഫിക്കൽട്ട്. അക്സെപ്റ്റൻസ് മീൻസ് ഐ അക്സെപ്റ്റ് താങ്കളുടെയും എന്റെയും ചിന്ത ഡിഫറെന്റ് ആണ്. ഇൻഫാക്ട് യെസ്, ഐ തിങ്ക് എന്തുകൊണ്ടെന്നാൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടും അത് സമ്മതിച്ചുകൊണ്ടും ഡിസ്റ്റർബൻസ് ഉണ്ടാകാറുണ്ട്. ഡിസ്റ്റർബൻസ് Easier. ഉണ്ടാവും. നോ, ഇറ്റ്സ് ഈസിയർ. ദർ ഇസ് നോ അതർ സൊല്യൂഷൻ. നമ്മൾ എത്രത്തോളം എക്സ്പെക്ടേഷൻ ഓഫൺ ചേഞ്ച് ആണെങ്കിൽ കുട്ടികളെ ശരിയായ കോഡ് ഓഫ് കോണ്ടാക്ട്, കുട്ടികളെ ശരിയായ രീതി, ഇന്ന കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഡസൻ. ഒന്നുണ്ട് എക്സ്പെക്ടേഷൻ, മറ്റൊന്ന് ആർക്കെങ്കിലും നമ്മുടെ ഒപ്പീനിയൻ കൊടുക്കുക, ആർക്കെങ്കിലും താങ്കളുടെ പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് റൈറ്റ് ഓർ റോങ് പറഞ്ഞു കൊടുക്കുക. താങ്കളുടെ റോൾ, താങ്കൾ സീനിയർ ആണ്, താങ്കൾ പേരന്റ് ആണ്, താങ്കൾ ടീച്ചറാണ്. ദാറ്റ് ഈസ് യുവർ റോൾ. ഈവൻ എമംഗ് ഫ്രണ്ട്സ് താങ്കൾക്ക് എന്തെങ്കിലും ശരിയെന്ന് തോന്നിയാൽ താങ്കൾക്ക് അത് ഷെയർ ചെയ്യാം. ഡു യു നോ സംതിങ് ഐ ഫീൽ യു കുഡ് ഡു ലൈക്ക് ദിസ്. ഐ എക്സ്പെക്ട് യു കുഡ് ഡു ലൈക്ക് ദിസ് മീൻസ് ഐ എം ആക്ച്വലി സേയിങ് യു ബെറ്റർ ഡു ഇറ്റ് ലൈക്ക് ദിസ്. There is a difference. If you are not doing it like this, that I will means hurt. you are not on the right track. You are not right. അപ്പോൾ ആ വ്യത്യാസം പാരന്റ്സിന്റെയും കുട്ടികളുടെ ഇടയ്ക്ക്, ഈ പാരന്റ്സ് കുട്ടികളുടെ മേൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ സംഭവിക്കുന്നത് ഒരു പ്രാവശ്യം കുട്ടിക്ക് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാരന്റ്സിന് എന്ത് സംഭവിക്കും? ഹേർട്ട് ആവുന്നു, ഡിസ്റ്റർബ്ഡ് ആകും, ലെറ്റ് ഡൗൺ ഫീൽ ചെയ്യും. എൻ്റെ കുട്ടിക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എക്സ്പെക്ടേഷൻ നമ്മൾ തന്നെയാണ് വെച്ചത്. ലെറ്റ് us say ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചു താങ്കൾക്ക് 90% കിട്ടുന്നു. കുട്ടി അവൻ ഡോക്ടറാകും അല്ലെങ്കിൽ വാട്ടെവർ. ഞാനാണ് എക്സ്പെക്ടേഷൻ വെച്ചത്, അവനത് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചു, അവനത് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഹേർട്ടായി, ഡിജക്റ്റഡ് ആയി, ഞാൻ അത്രയും ആ പ്രോസസ്സിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്ത് സംഭവിച്ചു? ഈ എക്സ്പെക്ടേഷൻസ് ആരാണ് വെച്ചത്? ഞാനാണ് വെച്ചത്. ഡിഡ് ദ ചൈൽഡ് സേ ദാറ്റ് യെസ് ഐ വിൽ ബി ഏബിൾ ടു? Sometimes even if the child has said yes, you know, I will do There this. are other things, other factors which take over. മറ്റുള്ളവർ എന്തിനാ നമ്മൾ ഒരുപാട് കാണുന്നത്? എന്റെ കാര്യം എന്താണ്? Am I able to meet up to my expectation? Oh yeah. ഇനി നമ്മൾ പറയുന്നു മുഴുവൻ ദിവസവും നമ്മൾ ഇത് ചെയ്യും. Am I able to do it? അപ്പോൾ സ്വയം തന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പക്കൽ ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും. താങ്കൾക്കറിയാമോ ഇങ്ങനെ സംഭവിച്ചു, ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്, ഞാൻ പഠിച്ചിട്ടാണ് പോയത്, പക്ഷെ ടീച്ചർ പക്ഷെ പല പ്രാവശ്യം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സ്വയം തന്നെ പ്രതി ഡിജക്റ്റഡ് ആകുന്നു. ഏതുപോലെയാണ് കുട്ടികളെ പ്രതിയും ബാക്കിയുള്ളവരെ പ്രതിയും സംഭവിക്കുന്നത്. What I want to ask actually is, what is the way out? ലോകർ ആൻഡ് ദ സൊസൈറ്റി അറ്റ് ലാർജ്, കുട്ടികൾ, വീട്ടിനുള്ളിലെ കുട്ടികളെ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതെനിക്ക് എന്തുകൊണ്ടാണ് ശരി, ഇതിന്റെ പ്രോസ് ആൻഡ് കോൺ എന്താണ്.
പിന്നെ എന്നെ അത് ചെയ്യാൻ സുശക്തമാക്കുക. ഐ നീഡ് ടു ബി എംപവേർഡ് ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഈസ് ലൈക്ക് എ കോഡ്. അതിനെ മറ്റുള്ളവരുടെ മേൽ എൻഫോഴ്സ് ചെയ്യുകയാണ്. ഇനി മറ്റേയാൾ അതിനെ സ്വീകരിക്കാൻ റെഡിയല്ല, മറ്റേയാൾക്കത് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ ഇല്ല, മറ്റേയാൾക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെ ഇല്ല, അവർക്ക് ചെയ്യാൻ തന്നെ സാധിക്കില്ല. ആൻഡ് ദെൻ ഐ വിൽ സേ ഐ എക്സ്പെക്റ്റഡ് യു ടു ഡു ദിസ്. പക്ഷെ ഇപ്പോൾ പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കൺട്രിക്ക് അതിൻ്റെതായ ലോ ഉണ്ട്, അതുപോലെ വീടുകളിലും കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ ആ ലോസിനെ ഈവൻ ഇഫ് ആസ് എ ചൈൽഡ് ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ അബൌട്ട് ഇറ്റ്, വാട്ട് ഷുഡ് ഐ ഡു? ഈവൻ ഇഫ് ദാറ്റ് ഈസ് വാട്ട് ഐ എം സേയിങ്. യു ഹാവ് ടു ഫസ്റ്റ് എന്താണോ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്, ദേശത്തിന്റെ ലോസ് നമ്മൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ സാധിക്കില്ല, വീട്ടിലേത് ഉണ്ടാക്കാൻ സാധിക്കും. നിയമം ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ഒരാളുടെ കംഫർട്ട് ലെവൽ അതിൽ കാണാൻ സാധിക്കുമോ അത്രയും ലോസിനെ ഫോളോ ചെയ്യാൻ ഈസിയാകും. അഥവാ താങ്കളുടെ വീട്ടിൽ ഒരു നിയമം ഉണ്ടാക്കി, സപ്പോസ് 2 മണിക്കൂർ ടി വി കാണാം. പക്ഷെ എല്ലാവരും ചേർന്നാണ് ഈ നിയമം ഉണ്ടാക്കിയതെങ്കിൽ താങ്കൾ വീട്ടിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും കുട്ടികൾ ടി വി കാണില്ല. പക്ഷെ താങ്കൾ ഒറ്റയ്ക്കാണ് നിയമം ഉണ്ടാക്കിയതെങ്കിൽ 2 മണിക്കൂറേ ടി വി കാണാവൂ, മതി. ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ നോട്ട് വാച്ച് എനി മോർ. അപ്പോൾ നിങ്ങൾ വീട്ടിലില്ലാത്തൊരു ദിവസം എന്ത് സംഭവിക്കും? മുഴുവൻ ദിവസം ടി വി കാണും. പിന്നെ താങ്കൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നിങ്ങളാകട്ടെ കണ്ടിന്യൂസ് ടി വി കാണുന്നു. സാറ്റർഡേയിലും ഉണ്ടാവാറുണ്ട്, സൺഡേയിലും വീട്ടിലുണ്ടാവാറുണ്ട്. താങ്കൾ മുഴുവൻ സമയം ടി വി കാണുന്നു. എപ്പോഴാണോ നമ്മൾ അങ്ങനെയുള്ള റൂൾസ് ഉണ്ടാക്കുന്നത്, സ്വയം തനിക്ക് വേണ്ടി, തൻ്റെ പരിവാരത്തിന് വേണ്ടി, ഈവൻ ഇൻ എ കമ്പനി ആൻഡ് ഓർഗനൈസേഷൻ, എത്രത്തോളം ഓരോരുത്തരും ഒരുമിക്കുന്നുവോ അതിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും കംഫർട്ടബിൾ ഫീൽ ചെയ്യും. നമ്മളാണ് ഇത് ഉണ്ടാക്കിയത്, എനിക്കിത് ചെയ്യണം. ഇന്ന് വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത്? കുട്ടികൾ പറയുന്നത് എനിക്ക് എൻ്റെ പാരൻസിന് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. ദിസ് ഇസ് നോട്ട് എ വെരി നൈസ് ഫീലിംഗ്. എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് എനിക്കൊരു ബന്ധനമായി ഫീൽ ചെയ്യുന്നു. പിന്നെ ഇത് പറയുക, എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടി വരുന്നു. ഇറ്റ് മീൻസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് നല്ലതായി തോന്നുന്നു, സോ ഐ എം ഡൂയിങ് ദിസ്, നോട്ട് ഐ എം ഡൂയിങ് ദിസ് ഫോർ ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ജസ്റ്റ് റിയലൈസ് മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് എപ്പോഴാണോ ജോലി ചെയ്യേണ്ടി വരുന്നത് ആസ് എ മദർ ഓൾസോ, അഥവാ ഞാൻ ബോസിന്റെ രൂപത്തിൽ ചിന്തിക്കുകയാണ്, പിന്നെ ഞാൻ അത് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമം അഥവാ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ആക്ച്വലി കണക്കിലെടുത്താണ് ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് അതിനെ എൻഫോഴ്സ് ചെയ്യേണ്ടി വരില്ല. അത് നാച്ചുറൽ ആകും. വീണ്ടും അഥവാ സ്റ്റാർട്ട് വിത്ത് ദ ഹൗസ്. ഓഫീസിനെ നമുക്ക് നീറ്റ് സ്റ്റെപ്പിൽ കാണാം. പക്ഷെ നമ്മൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും അഭിപ്രായം എടുത്ത്, ആൻഡ് ദാറ്റ് ഫീലിംഗ് ഷുഡ് ബി ക്രിയേറ്റഡ് ദാറ്റ് നമ്മൾ എല്ലാവരും ചേർന്നാണ് ഉണ്ടാക്കിയത്, നമുക്ക് എല്ലാവർക്കും എന്താണോ കംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ചെക്ക് ചെയ്യേണ്ടി വരില്ല ആ റൂൾ ഫോളോ ചെയ്യുകയോ ഇല്ലയോ. എന്തെന്നാൽ ആ റൂൾ കുട്ടി സ്വയം ഉണ്ടാക്കി. അവൻ താങ്കൾക്ക് വേണ്ടിയല്ല ഫോളോ ചെയ്യുന്നത്, അവൻ ഫോളോ ചെയ്യുന്നത് അവൻ ആ റൂൾ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ക്രാക്കേഴ്സ് എപ്പോഴാണോ ഗവൺമെന്റ് പറഞ്ഞത് നല്ലതല്ല എന്ന്, പ്ലാസ്റ്റിക്സ് ഡൽഹി ഗവൺമെന്റ് പറഞ്ഞത് നല്ലതല്ല എന്ന്, നമ്മളെക്കാൾ നന്നായി കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നു. എന്തെന്നാൽ സ്കൂളിൽ അവരെ അത് മനസ്സിലാക്കിച്ചു, ഡാമേജ് പറഞ്ഞു കൊടുത്തു. They were empowered. They were allowed to take decisions. Actually they were treated as adults and they liked that. എന്നെ മനസ്സിലാക്കിച്ചു, എന്നോട് പറഞ്ഞു താങ്കൾക്ക് എന്ത് തോന്നുന്നു. no one said ban crackers. എന്ത് സംഭവിച്ചാലും പടക്കം പൊട്ടിക്കരുത്, ആരും സമ്മതിക്കില്ല. കുട്ടികൾ പോയി ഒളിച്ചു ചെയ്യും, ഫ്രണ്ട്സിനോടൊപ്പം ചെയ്യും. ഏറ്റവും കൂടുതൽ സ്കൂളിൽ ഒളിച്ചൊളിച്ച് മെല്ലെ ചെയ്യും. ഇൻഫാക്ട് ഇറ്റ് ഈസ് അമേസിംഗ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻഡ്. ആബ്സല്യൂട്ട്ലി. അപ്പോൾ എവിടെയാണോ അവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, റൈറ്റ് ആൻഡ് റോങ് തിരിച്ചറിഞ്ഞു. പിന്നെ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടത്. ദ ഡിസിഷൻ കെയിം ഫ്രം ദ ചിൽഡ്രൻ. ഇറ്റ് വാസ് നോട്ട് നിങ്ങളിത് ചെയ്യണം, ബട്ട് ഇറ്റ് വാസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു. ദ ചിൽഡ്രൻ ആർ വെരി മെച്യൂർഡ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് പോലും 2 വയസ്സ് 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ ലെവലിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ദ ചൈൽഡ് നോസ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്. അഥവാ റോങ് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ടോക്ക് ടു ഹിം ആസ് എൻ അഡൽട്ട്, ദെൻ സെയിങ് ഇത് ചെയ്യരുത്. പീപ്പിൾ വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. എന്തെന്നാൽ ഇതുവരെ അവൻ അക്സെപ്റ്റ് ചെയ്തില്ല. അത് കണ്ടിന്യൂസ്ലി കോൺഫ്ലിക്റ്റിൽ താങ്കൾ വീണ്ടും വീണ്ടും പറയുന്നു ചെയ്യരുതെന്ന്, വീണ്ടും വീണ്ടും അവൻ ചെയ്യുന്നു, താങ്കൾ വീണ്ടും വീണ്ടും പറയുന്നു ചെയ്യരുതെന്ന്. താങ്കൾ എത്ര പറയും? ഇന്നത്തെ എൻവയോൺമെന്റ് അങ്ങനെയുള്ളതാണ്. നമുക്ക് ഒരുപാട് ചെക്ക് ചെയ്യേണ്ടി വരും കുട്ടികളുടെ മേൽ. ശരി, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഫോഴ്സ് ചെയ്തു, ഇത് വായിക്കരുത്, ഇത് കാണരുത്, ഈ ആൾക്കാരുമായി ഇങ്ങനെ സംസാരിക്കരുത്. വാട്ട് എവർ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യം നടക്കുന്നു. വെളിയിൽ പോകുമ്പോൾ താങ്കൾ എന്ത് ചെയ്യും? ക്യാൻ യു ചെക്ക്? കുട്ടി കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നു, ക്യാൻ യു ചെക്ക് എവറി ടൈം?
താങ്കൾ എത്ര സമയം കാത്തു നിൽക്കും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി? അവൻ എന്ത് കാണുന്നു, എന്ത് കാണുന്നില്ല? ദാറ്റ് വിൽ നോട്ട് ബി ദ വേ. ആൻഡ് എത്രത്തോളം താങ്കൾ ഇതുപോലെ ഫോഴ്സ്ഫുള്ളി റൂൾസ് ഇമ്പോസ് ചെയ്യുന്നുവോ അവരുടെ ഉള്ളിൽ വീണ്ടും കൂടുതൽ അത് ചെയ്യണം എന്നുള്ള തോന്നൽ വരും. പകരം ഉള്ളിൽ നിന്നും വരുന്നത് മൂലം അവയർനെസ്സോടുകൂടി മെച്യൂരിറ്റിയോടുകൂടി ഡിസ്കസ് ചെയ്യുന്നുവെങ്കിൽ ദെൻ എംപവർ ആകും. പിന്നെ അവൻ സ്വയം അതിനെ കോഡ് ഓഫ് കണ്ടക്ട് ആക്കി മാറ്റും. യുനോ, ഒന്നുണ്ട് ഞാൻ താങ്കളുടെ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുന്നു, മറ്റൊന്ന് താങ്കളുടെ കോഡ് ഓഫ് കണ്ടക്ട് എൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ലിസ്റ്റിലേക്ക് വരുന്നു. പിന്നെ ഫോളോ ചെയ്യുക ആ, എളുപ്പമാവും. പിന്നെ ഏറ്റവും വലിയ കാര്യം അവൻ്റേതായില്ലേ, അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ ഇല്ലാതാവുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യമായി? ഒന്ന്, ഞാൻ താങ്കളുടെ കോഡ് ഓഫ് കണ്ടക്ട് മനസ്സിലാക്കി, അതിനെ എൻ്റേതാക്കി. മെയിൻ കാര്യം എനിക്ക് എന്നെ സ്വന്തമാക്കണം. ഒരിക്കൽ ഞാൻ സ്വന്തമാക്കിയാൽ ഞാൻ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്തുണ്ടെന്നാൽ എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. മറ്റൊന്ന്, അഥവാ ഞാൻ ബൈ ചാൻസ് ചെയ്തിട്ടില്ലെങ്കിലും താങ്കൾ ഹേർട്ട് ആകില്ല. എന്തുണ്ടെന്നാൽ ഞാൻ താങ്കൾക്ക് വേണ്ടിയല്ല ചെയ്തത്. ആൻഡ് ഡൂയിങ് ദാറ്റ് ഫോർ മൈ സെൽഫ്. ആൻഡ് നെയ്തർ വിൽ ഐ ബി അണ്ടർ ദ പ്രഷർ. യുനോ, ഇതൊരുപാട് പ്രഷർ ഹസ്ബൻഡ് വൈഫിൻ്റെ, പേരൻസ് കുട്ടികൾ ഒരുപാട് പ്രഷറിലാണ്. ഐ ഹാവ് ടു ഡു ദിസ് ഫോർ മൈ പേരൻസ്. ആൻഡ് പ്രഷറിൻ്റെ അണ്ടറിൽ പെർഫോമൻസ്. ഇതിലും അഥവാ നമ്മൾ ഒരു കാര്യം നോക്കിയാൽ മറ്റുള്ളവരിൽ എക്സ്പെക്ടേഷനെ വിടും, ചെയ്യുന്നോ ഇല്ലയോ എന്ന്. തന്നോടുള്ള എക്സ്പെക്ടേഷൻ, സ്വയം തന്നിൽ എക്സ്പെക്ടേഷൻ വെക്കുക. ഇഫ് ഐ ക്യാൻ എക്സ്പെക്ട് ദാറ്റ് യു ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് അബൌട്ട് മീ എക്സ്പെക്ടിങ് ദാറ്റ് ഐ ഷുഡ് ഡു വാട്ട് ഐ വാണ്ട്. ഐ ഷുഡ് ഡു വാട്ട് ഐ വാണ്ട്. എപ്പോഴാണോ നമ്മുടെ എക്സ്പെക്ടേഷൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഇതാണ്: സ്വയം തന്നോട് എൻ്റെ ജോലികൾ മുഴുവൻ തീർക്കണം, ഐ എം എ ഗുഡ് പേരൻറ്റ്, എൻ്റെ കുട്ടികൾക്ക് ഇത് ചെയ്യണം, അതും സെക്കൻഡറി ആണ്. എപ്പോഴാണോ നമ്മൾ നമ്മുടെ എക്സ്പെക്ടേഷൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, എന്തെന്നാൽ നമുക്ക് ആ ശീലമാണ്, എക്സ്പെക്ടേഷൻ പൂർത്തിയാക്കണം. എപ്പോഴാണോ എക്സ്പെക്ടേഷൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മളുടെ ലിസ്റ്റിൽ ഫസ്റ്റ് നമ്മളെ പ്രതി ഉണ്ടാകുന്നത് ഹാപ്പിനെസ് ആണ്. വെദർ ഐ എം ഹാപ്പി ഓർ നോട്ട്. വാട്ട് അബൌട്ട് ദാറ്റ്? ഈ മുഴുവൻ എക്സ്പെക്ടേഷൻ്റെ ലിസ്റ്റും നിങ്ങളിങ്ങനെ ചെയ്യൂ, നിങ്ങളിങ്ങനെ സംസാരിക്കൂ, കാലാവസ്ഥ നന്നായിരിക്കണം, ട്രാഫിക് ഇത് എന്തിനു വേണ്ടിയാണ്, ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കും? ശാന്തം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഡിസ്റ്റർബ് ആകുകയാണെങ്കിൽ അപ്പോഴെൻ്റെ മനസ്സ് ഡിസ്റ്റർബ് ആകും. ടാപ്പിൽ നിന്ന് വെള്ളം വന്നില്ലെങ്കിൽ ഡിസ്റ്റർബ് ആകുന്നില്ല. ഐ ഗോട്ട് ഡിസ്റ്റർബ്. ദാറ്റ് ഇസ് വൈ ഐ വാസ് എക്സ്പെക്ടിങ് വെള്ളം വരണം. എന്തെന്നാൽ വെള്ളം വന്നാൽ ഞാൻ സ്വസ്ഥായിരിക്കും. അപ്പൊ നോർമൽ അല്ല, അതായത് തിരിച്ചറിയാൻ തന്നെ സാധിക്കില്ലേ ഞാൻ എക്സ്പെക്ട് ചെയ്തു എന്ന്. സോ നൗ ലെറ്റ് us put on our expectation list. ഏറ്റവും ആദ്യം എനിക്ക് എന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് സന്തോഷം, ശാന്തി, സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ്. ഇതിനെല്ലാം നമ്മൾ ഫസ്റ്റ് വെക്കണം. ബാക്കി എക്സ്പെക്ടേഷൻ പിന്നോട്ട് മാറ്റൂ. അതിൽ നിന്ന് എന്ത് സംഭവിക്കും? ഒന്ന്, താങ്കൾ എന്നോട് നന്നായി സംസാരിച്ചില്ല, അപ്പോൾ യു ഹാവ് നോട്ട് കം അപ്പ് ടു മൈ എക്സ്പെക്ടേഷൻസ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഇത് ഓർമ്മിക്കണം, സ്വയം തന്നോട് തന്നെയുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? ഞാൻ സ്റ്റേബിൾ ആയിരിക്കണം. സോ ആം ഐ അലൗഡ് ടു ഗെറ്റ് ഡിസ്റ്റർബ്ഡ് വെൻ താങ്കൾ എന്നോട് പക്ഷെ സംസാരിക്കാൻ ഒരു കാര്യം സിസ്റ്റർ ശിവാനി, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക്. വെള്ളം വന്നില്ല അല്ലെങ്കിൽ ഡ്രൈവർ എത്തിയില്ല, അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന റിയാക്ഷൻ, ആദ്യം ഉണ്ടാകുന്ന ക്രിയേഷൻ, ഓഫ് കോഴ്സ് നൗ ഐ സ്റ്റാർട്ടഡ് സേയിങ് ക്രിയേഷൻ ഇസ് ഡിസ്റ്റർബൻസ്. എന്തുകൊണ്ടെന്നാൽ താങ്കൾ എല്ലാവരിലും എക്സ്പെക്ടേഷൻസ് വയ്ക്കുന്നു. എക്സ്പെക്ട് ഫ്രം യുവർ സെൽഫ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഇല്ലേ? അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് എക്സ്പെക്ടേഷൻ ഇതായിരിക്കും: എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ സ്വസ്ഥമായി ജീവിക്കുക തന്നെ വേണം, എനിക്ക് സന്തോഷമാകും. ഇത് ഇതെങ്ങനെ പതുക്കെ ഓർമ്മ പതുക്കെ വെക്കും? നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഫിറ്റ് ആകും. ബിലീഫ് സിസ്റ്റത്തിനെ അല്ലേ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, അതിലെന്താണ് ബിലീവ് ചെയ്യുന്നത്? ഇതാണ്, ഞാൻ സ്റ്റേബിൾ തന്നെയാണ്, എനിക്ക് സ്റ്റേബിൾ ആകേണ്ടതില്ല, ഞാൻ സ്റ്റേബിൾ ആണ്. എങ്കിൽ ഞാൻ ആദ്യം എന്തിനെ ശ്രദ്ധിക്കണം? സ്വയം തന്നെ ശ്രദ്ധിക്കൂ. പിന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ ചെക്ക് ചെയ്യൂ. ബാക്കിയുള്ളവർ ഞാൻ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരല്ല, അതുപോലെ നടക്കുന്നവരല്ല, ഇടപെടുന്നവരല്ല. എപ്പോൾ വേണോ എന്തും സംഭവിക്കാം. Again it means that the situation will come. This belief system should pop up on the screen. On my computer screen, I am stable. It is the most important. That is the only thing which helps me cross every sin. എന്തെന്നാൽ സംഭവിക്കുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻസ് മീൻസ് ഞാൻ എൻ്റെ ചിന്തകൾക്ക് അനുസൃതമായി എക്സ്പെക്ടേഷൻ വയ്ക്കും. എൻ്റെ ഓരോ പെർട്ടിക്കുലർ ചിന്ത, ഒരു പെർട്ടിക്കുലർ ബിലീഫ് സിസ്റ്റം, എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ആ ബിലീഫ് സിസ്റ്റം അനുസരിച്ച് നടക്കുക തന്നെ വേണം. എന്തെന്നാൽ ആ ബിലീഫ് സിസ്റ്റം ശരിയാണ്, എന്തെന്നാൽ ഞാൻ ശരിയാണല്ലോ, എനിക്ക് തെറ്റു പറ്റുക, ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ ശരിയാണ്, എൻ്റെ ബിലീവ് ശരിയാണ്, അപ്പോൾ എല്ലാവരും ആ ബിലീവ് അനുസരിച്ച് നടക്കണം. ഹൗ ഇസ് ദിസ് എവർ പോസിബിൾ? ഇതെങ്ങനെ സാധിക്കും? നമ്മൾ തന്നെയാണ് അസംഭവ്യമായ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എല്ലാ പേരും എൻ്റെ ബിലീവ് അനുസരിച്ച് നടക്കണം.
പിന്നെ നമ്മൾ ഇമ്പോസിബിൾ എക്സ്പെക്ട് ചെയ്ത് അത് പൂർത്തിയാകാതാവുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആകുന്നു. നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുക തന്നെ ചെയ്യുന്നു. This is a major factor. പിന്നെ നമ്മൾ ജഡ്ജ്മെന്റിലാകുന്നു. Oh, yes. അത്രയും ഇന്റഗ്രേറ്റഡ് ആകുന്നു. കാര്യങ്ങൾ ഞാൻ എക്സ്പെക്ടേഷൻസ് വെച്ചു. താങ്കൾ എന്നോട് മധുരമായി സംസാരിക്കും, താങ്കൾ അത് ചെയ്തില്ല. ഡ്യൂ ടു സോ മെനി ഫാക്ടേഴ്സ്. താങ്കളുടെ മൂഡ് ശരിയായിരിക്കില്ല, താങ്കൾക്ക് മനസ്സ് വന്നില്ലായിരിക്കാം. ഇതുമാകാം, എന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും താങ്കളെ പ്രതി മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്തും സംഭവിക്കാം. പക്ഷേ ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്തത്? ഈ പെർട്ടിക്കുലർ രീതിയിൽ പെരുമാറും. നിങ്ങൾ അത് ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് എന്ത് സംഭവിക്കും? താങ്കളെ പ്രതി ജഡ്ജ്മെന്റൽ, താങ്കളെ പ്രതി ക്രിട്ടിക്കൽ. അതിവിടെ മാത്രമല്ല നിൽക്കുക, വാണിയിൽ വരും. അത് താങ്കളുടെ മാത്രമായിരിക്കില്ല, ബാക്കിയുള്ളവരോടും. മുഴുവൻ സമയം ഉണ്ടാവും. ഏതുവരെ ഒരു റിസൾട്ട് വരുന്നില്ലയോ, ഏതുവരെ ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്നില്ലയോ, അതുവരെ തോട്ട് ഉണ്ടാവും. നമ്മൾ എന്ത് ജഡ്ജ്മെന്റ് ആണ് പാസ്സാക്കേണ്ടത്? എന്റെ ബിലീഫ് സിസ്റ്റം ഇതാണ്, താങ്കൾ ആ ബിലീഫ് ഫോളോ ചെയ്തില്ല, അപ്പോൾ ഞാൻ ജഡ്ജ്മെന്റ് ഒരെണ്ണം പാസ്സാക്കി, താങ്കൾ തെറ്റാണ്. അതെനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. See the minute someone is not going to do anything according to my belief, my thoughts, my way of working, എനിക്ക് ഈ ഒരു ജഡ്ജ്മെന്റേ പാസ് ചെയ്യാനാവൂ. ഞാൻ ശരിയാണ്, മറ്റുള്ളവർ തെറ്റാണ്. ഇതാണ് മുഴുവൻ ദിവസവും നമ്മൾ ചെയ്യുന്നത്. ഐ എം റൈറ്റ്, യു ആർ റോങ്, ഐ എം റൈറ്റ്, യു ആർ റോങ്. താങ്കളുടെ സംസാര രീതി തെറ്റാണ്, താങ്കൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അത് തെറ്റാണ്. ഐ എം നോട്ട് റെഡി ടു അക്സെപ്റ്റ്. ഓരോരുത്തരും ജോലി ചെയ്യാൻ അവരുടെ രീതിയുണ്ട്. ഓരോരുത്തർക്ക് ആറ്റിറ്റ്യൂഡ് വേറെയാണ്, സ്കിൽ വേറെയാണ്. തൻ്റെ സിൻസിയാരിറ്റി ലെവലിലൂടെ ഈവൻ സിൻസിയാരിറ്റി നമ്മളുടെ വാല്യൂസ് പലപ്പോഴും നമ്മുടെ പ്രോബ്ലമായി മാറും. എപ്പോഴാണ് നമ്മൾ അതിനെ ഒരു എക്സ്പെക്ടേഷനായി ബന്ധിപ്പിക്കുന്നത്? സപ്പോസ് വൺ പെർട്ടിക്കുലർ പേഴ്സൺ ഓഫീസിൽ വളരെ സിൻസിയർ ആണ്, രാത്രി പകൽ പണിയെടുക്കും. സിൻസിയറിറ്റി അവരുടെ വാല്യൂ ആണ്. ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി അവരുടെ വാല്യൂ ആണ്. എപ്പോഴും സത്യം പറയും, ഒരിക്കലും കള്ളം പറയില്ല. പക്ഷെ അതിന് ശേഷം അവർ ഇത് എക്സ്പെക്ട് എല്ലാ ആൾക്കാരും അങ്ങനെയായിരിക്കും. അപ്പോൾ ആ വാല്യൂ അദ്ദേഹത്തിന് കാരണമായി മാറി. എന്തുകൊണ്ടെന്നാൽ എപ്പോഴെല്ലാം ആരെങ്കിലും എത്ര സിൻസിയറിറ്റിയോടുകൂടി ജോലി ചെയ്യുന്നില്ലയോ, ആരെങ്കിലും അത്ര ഹോണസ്റ്റിയോടുകൂടി ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ അത് സംഭവിക്കും. ബിക്കോസ് എവ്രി വൺ ഇസ് ഡിഫറെന്റ്. സോ ഐ എം ഗോയിങ് ടു ഗോ ലൈക്ക് ദിസ്. സോ എക്സ്പെക്ടേഷൻസ് മീൻസ് എന്താണ്? ഏതുപോലെയാണോ നമ്മൾ അതുപോലെ ആയിരിക്കണം. ഏതുപോലെയാണോ നമ്മുടെ ചിന്ത, മുഴുവൻ ലോകം അതുപോലെ ആയിരിക്കും. ഇതൊരിക്കലും സംഭവിക്കില്ല. സോ ദ സൂണർ വി ക്യാൻ ലേൺ, ദിസ് ഇസ് ഓൾസോ എ ലേണിംഗ്. എപ്പോഴാണോ താങ്കൾ ഡിസ്റ്റർബ് ആകുന്നത് ചെക്ക് ചെയ്യണം, ആരിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്തത്. യുനോ, നമ്മൾ ഒരു കാര്യം ട്രൈ ചെയ്യണം ജസ്റ്റ് ഫോർ ആൻ എക്സ്പെരിമെന്റ്. താങ്കൾക്ക് തോന്നുകയാണ് ഒരു കാര്യം ശരിയാണ്, യു ആർ വെരി ഷുവർ ആ കാര്യം ശരിയാണ് എന്ന്. ഷെയർ ഇറ്റ്, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യൂ. പക്ഷെ ഒരു കാര്യം സ്വയം തന്നെ ഓർമ്മിക്കണം, അഥവാ അവർക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ഹേർട്ട് ആകില്ല. കേവലം ഇത്രയും മുഴുവനായിട്ടല്ല, കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർ അവരുടെ ജീവിതത്തിൽ അത് ചെയ്തില്ല എങ്കിലും ഞാൻ ഹേർട്ട് ആകില്ല. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിക്കും? താങ്കളുടെ ആ ശരിയായ കാര്യം താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും, വിതൗട്ട് ഗെറ്റിംഗ് ഹേർട്ട്, ഡിജക്റ്റഡ്. പതുക്കെ പതുക്കെ യു വിൽ ഫൈൻഡ് ദ അതർ പേഴ്സൺ accepting what you have to say. അവർ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു? എന്തെന്നാൽ നമ്മൾ ആദ്യം അവരെ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവരും നമ്മളെ പതുക്കെ പതുക്കെ അക്സെപ്റ്റ് ചെയ്യും. ഏതൊരു കാര്യമാണ് നമ്മൾ അവരോട് പറഞ്ഞത്, ദറ്റ് ഈസ് കോൾഡ് എംപവർമെന്റ്. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക അർത്ഥം, അതിൻ്റെ എനർജിയാണ് എംപവറിംഗ് എനർജിയെ ശക്തമാക്കുന്നത്. റിജക്ഷൻ്റെ എനർജി മറ്റുള്ളവരെ വീണ്ടും താഴേക്ക്, മറ്റുള്ളവർ മാറിക്കളയും. എനിക്കിത് ചെയ്യാനേ സാധിക്കില്ല, എനിക്ക് പറ്റില്ല, ഐ കാൺ ഡു ഇറ്റ്, വാട്ട് ഡു യു വോണ്ട് ടു ഡു ഇറ്റ്. ബട്ട് യു ഗീവ് ദിസ് അക്സെപ്റ്റൻസ് എനർജി. അവരുടെ ഉള്ളിൽ ശക്തി നിറയും, അവർ ചെയ്തു കാണിക്കും വാട്ട് യു വോണ്ട് ദം ടു ഡു. എക്സ്പെക്ടേഷൻസ്, യെസ്, വെരി ഡിഫിക്കൽട്ട്. ക്ഷണത്തിൽ ലെറ്റ് ഗോ ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്റ്റർബ് ആകരുത്. എക്സ്പെക്ടേഷൻസ് പൂർത്തിയാക്കണം നമ്മളെ പ്രതി, സ്വയം തന്നോട്. ഇറ്റ്സ് അമേസിങ്. നമ്മൾ ബിലീഫ് സിസ്റ്റത്തിന് മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ മേൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. ടാപ്പിൽ വെള്ളം വന്നില്ല, കുട്ടികൾ ഇങ്ങനെ തന്നെ പെരുമാറും, അല്ലെങ്കിൽ എൻ്റെ സബോർഡിനേറ്റ് ഇങ്ങനെയാണ്, ഹി ഹാസ് ടു പെർഫോം ദിസ് വേ. അത് പ്രാക്ടിക്കൽ ആകാം. അഗെയിൻ ഇതൊരു മേജർ ഫാക്ടറാണ്. എൻ്റെ ഓഫീസാണ്, എൻ്റെ പ്രോജക്റ്റാണ്, പെർഫോമൻസ് ഹാസ് ടു ബി ദിസ് വേ. അതിൽ നമുക്ക് നമ്മോട് തന്നെ എന്ത് ലോജിക്കാണ് കൊടുക്കാൻ സാധിക്കുക? അതിൽ നമ്മുടെ കൂടെ എത്ര ആൾക്കാരുണ്ട്? ഓരോ ജൂനിയേഴ്സും ഓരോരുത്തർക്കും അവരവരുടേതായ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, സ്കില്ലുണ്ട്. ഞാൻ സീനിയർ പൊസിഷനിലാണെങ്കിൽ ഞാൻ സീനിയർ ആയിരിക്കുന്നത് എന്തെന്നാൽ എൻ്റെ ഉള്ളിൽ എന്തോ വിശേഷതയുണ്ട്. പക്ഷെ താങ്കളുടെ ടാലൻസ് ആൻഡ് സ്കില്ലിനോടൊപ്പം ഒരു സീനിയർ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ വിശേഷതയാണ്
അവരോട് കൂടി ജോലി ചെയ്യുന്ന ആളുകളുടെ ക്വാളിറ്റി ആൻഡ് ടാലന്റിനെ വർദ്ധിപ്പിക്കുക. പക്ഷെ നമ്മൾ ചിന്തിക്കാത്തത് ഇതാണ്, എന്താണോ എൻ്റെ സ്കിൽ അവരുടെ സ്കില്ലും ഓട്ടോമാറ്റിക്കലി ആ ലെവലാകണം. ദറ്റ് ഇസ് നോട്ട് നെസസറിലി പോസിബിൾ. എന്നിട്ട് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ആരാണ് നമ്മുടെ ജൂനിയർ അവർ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില സ്കിൽ നമ്മളെക്കാൾ നന്നായി ചെയ്യും, പക്ഷെ നമ്മൾ അദ്ദേഹത്തോട് പറയുന്നു എൻ്റെ രീതിയിൽ തന്നെ നീ ചെയ്യണം. അങ്ങനെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കുന്നു. വർക്ക് എഫിഷ്യൻസിയുടെ ഇതാണ് കാര്യം. പലപ്പോഴും നമ്മൾ എക്സാമ്പിൾസ് കാണാറുണ്ട്, വലിയ വലിയ പ്രോജക്ട്സ് സാധ്യമായത് ആ ടീമിന്റെ ലീഡറിന്റെ വിഷനെ സ്വയം തന്റെ വിഷൻ ആക്കുന്നു. യുനോ നൗ ഈവൻ ഇഫ് ദർ ഇസ് സംബഡി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തയാള്, അതിനെ മീറ്റ് ചെയ്യാൻ പറ്റാത്തയാൾ, ഇറ്റ്സ് പെർഫെക്റ്റ്ലി വെൻ ഐ റിമെയിൻ ഹാപ്പി. ആർക്കാണ് അത് മീറ്റ് ചെയ്യാൻ സാധിക്കാത്തത്? അവരത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവർക്ക് ഒരുപാട് ശക്തി കൊടുക്കുന്നു. ഇത് നമ്മൾ പലപ്പോഴും ഓർമ്മിക്കുക, ഇത് വളരെ വലിയ മന്ത്രമാണ്. It's a very powerful thought with which we can empower people around us. My not getting disturbed empowers others because I accept them, they accept themselves, and they accept me. That is the way energy flows. Beautiful. In fact, it's again one very important belief system which we have to start integrating. രാവിലെ ആദ്യത്തെ പേപ്പറിൽ എഴുതേണ്ട ലൈൻ ഇതാണ്, I expect from myself to remain happy. Not to get disturbed. ഇത് അഥവാ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് പിന്നെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഏതുവരെ ഇത് ഓർമ്മിക്കുന്നു. ശിവാനി, താങ്ക് യു. Om Shanti.